ഹലോ, ഈ കവറിൽ എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്? കവറിൽ ചിക്കനാട്ടോ. നാളെ സൺഡേ ആണ്. അപ്പോൾ സൺഡേക്ക് സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് വേഗം കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അപ്പോൾ ദോശയുടെ കൂടെ കഴിക്കുക ചിക്കൻ കറി കേട്ടോ. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മൂപ്പിച്ചെടുത്തു സവാള. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. തക്കാളി ചേർത്തിട്ടില്ല നമ്മൾ. തക്കാളി ഇടാത്ത കറിയായിട്ടൊന്നും ഉണ്ടാക്കുന്നത് നമ്മൾ. പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം ചേർത്ത് മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തു. ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കിയപ്പോൾ ഒരു പൊട്ടറ്റോ, ചെറിയൊരു പൊട്ടറ്റോ ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പൊട്ടറ്റോ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിത് ബേ ലീഫ് വട്ടുപിടിക്കാൻ പോയി കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കറുവപ്പട്ടയുടെ ഇല. പിന്നെ ഇത് സർവ്വസുഗന്ധി നമ്മൾ എല്ലാ മസാലക്കറിയിലും ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് പകരം അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. നന്നായി സെറ്റായി വന്നപ്പോൾ നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ചോറെടുത്ത് കറിയൊക്കെ വിളമ്പി കഴിക്കുക കേട്ടോ. എല്ലാവർക്കും ഹാപ്പി സൺഡേ.